വിഷയത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സാധാരണ പൊതുഗതാഗതത്തിന് ഉപയോഗിക്കുന്നത് ബസ്സുകളും ട്രെയിനുകളും ഒക്കെയാണ്. എന്നാൽ കേബിൾ കാർ പൊതുഗതാഗതത്തിന് ഉപയോഗിക്കുന്ന ഒരു നഗരത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു നഗരമുണ്ട്. അത് തെക്കേ അമേരിക്കയിലെ ബൊളീവിയയിലാണ്. തീർച്ചയായിട്ടും കേബിൾ കാർ ഉപയോഗിക്കുമ്പോൾ സമതലമായിരിക്കില്ലല്ലോ, ഉയർന്ന പ്രദേശമായിരിക്കും, കുന്നുകളും താഴ്വരകളും നിറഞ്ഞ പ്രദേശമായിരിക്കും. ആ ബൊളീവിയ നാം കേട്ടിട്ടുള്ളത് ഒളിപ്പോരാട്ടവുമായിട്ടത് ബന്ധപ്പെട്ടാണ്. എന്നാൽ ഇങ്ങനെയും ചില അത്ഭുതങ്ങൾ അവിടെയുണ്ട്. നാം ഇന്നത് മനസ്സിലാക്കുകയാണ്. ഇന്ന് നമുക്ക് ആ രാജ്യത്തേക്ക് പോകാം. സൗത്ത് അമേരിക്കയിലെ കടൽ തീരമില്ലാത്ത ഒരു മനോഹര രാജ്യമാണ്. പർവ്വത നിരകൾ, ഉപ്പുഭൂമികൾ, ആമസോൺ വനപ്രദേശം, പുരാതന സംസ്കാരങ്ങൾ എന്നിവയുടെ സംഗമമായ ഈ രാജ്യം പ്രകൃതി വൈവിധ്യത്തിനും സാംസ്കാരിക പൈതൃകത്തിനും ലോക പ്രശസ്തമാണ്. ഇതിന്റെ തലസ്ഥാനം സുക്രെ ആണെങ്കിലും ഭരണകേന്ദ്രം ലാപാസ് ആണ്. ഭാഷകൾ സ്പാനിഷ്, കൊക്വ, ഐമറ തുടങ്ങിയവയാണ്. നാണയം ബൊളിവിയാനോ ആണ്. അയൽ രാജ്യങ്ങൾ ബ്രസീൽ, പെറു, ചിലി, അർജന്റീന, പരാഗ്വേ തുടങ്ങിയവയാണ്. ബൊളീവിയയുടെ വലിയൊരു ഭാഗം ആൻസ് പർവ്വതനിരകളാൽ നിറഞ്ഞതാണ്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ഭരണകേന്ദ്ര നഗരങ്ങളിൽ ഒന്നാണ് ലാപാസ്. അവിടെ വായു സാന്ദ്രത കുറവാണ്. രാജ്യത്തിന്റെ ഒരു പ്രധാന ആകർഷണം സലാർ ഡി യുനി ആണ്. ഏറ്റവും വലിയ ഉപ്പു മരുഭൂമിയായ ഇത് മഴക്കാലത്ത് ഒരു വലിയ കണ്ണാടി പോലെ കാണപ്പെടുന്നു. ഇന്നിവിടെ ചർച്ച ചെയ്യുന്ന ഒരു പ്രത്യേകത കേബിൾ കാർ പബ്ലിക് ഗതാഗതം ആക്കിയിട്ടുള്ള നഗരമാണ് ഭരണകേന്ദ്രമായ ലാപാസ്. സാധാരണ കേബിൾ കാർ മലമുകളിലുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകളിലേക്ക് പോകാനാണ് ഉപയോഗിക്കുന്നത്. ലാപാസ് നഗരം മലനിരകളിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഗതാഗതം ഒരു വെല്ലുവിളിയായിരുന്നു. വഴികൾ കയറ്റമുള്ളതും ഇടുങ്ങിയതുമായതിനാൽ ഗതാഗതക്കുരുക്കും സമയനഷ്ടവും സാധാരണമായിരുന്നു. അതിനാൽ മീ ടെലെഫെറിക്കോ എന്ന വലിയ കേബിൾ കാർ സംവിധാനം സർക്കാർ ആരംഭിച്ചു. അതിന്റെ അർത്ഥം എന്റെ കേബിൾ കാർ എന്നാണ്. ഇന്നത് ലോകത്തിലെ ഏറ്റവും വലിയ നഗര കേബിൾ കാർ ശൃംഖലകളിൽ ഒന്നാണ്. ഇത് ട്രാഫിക് കുറയ്ക്കാനും മലപ്രദേശങ്ങളിലുള്ള ജനങ്ങൾക്ക് എളുപ്പത്തിൽ യാത്ര ചെയ്യുവാനും സഹായിക്കും. ഇത് ലാപാസ് നഗരത്തെയും സമീപ നഗരമായ എൽ ആൾട്ടോയെയും ബന്ധിപ്പിക്കും. ലാപാസ് ആഴമുള്ള താഴ്വരയിലും മലനിരകൾക്കിടയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. റോഡുകൾ ഇടുങ്ങിയതും ഗതാഗതക്കുരുക്ക് കൂടുതലുമായതിനാൽ യാത്ര വളരെ ബുദ്ധിമുട്ടിലായിരിക്കും. പ്രത്യേകിച്ച് ഉയർന്ന പ്രദേശത്തുള്ള എൽ ആൾട്ടോ നഗരത്തിൽ നിന്ന് ലാപാസിലേക്കുള്ള യാത്രയ്ക്ക് വളരെ കൂടുതൽ സമയമെടുക്കും. ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി 2014 ബൊളീവിയ സർക്കാർ ഈ പദ്ധതി ആവിഷ്കരിച്ചു. 10 കേബിൾ കാർ ലൈനുകൾ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളെ ബന്ധിപ്പിക്കും. ഓരോ ലൈനിനും വ്യത്യസ്ത നിറങ്ങൾ, റെഡ്, ഗ്രീൻ, യെല്ലോ തുടങ്ങിയവ നൽകിയിട്ടുണ്ട്. ഏകദേശം 4000 മീറ്റർ ഉയരത്തിൽ ഉള്ള പ്രദേശങ്ങളിലൂടെയാണ് സർവീസ് നടത്തുന്നത്. ദിവസേന ആയിരക്കണക്കിന് ആളുകൾ ഇത് ഉപയോഗിക്കുന്നു. ഈ സംവിധാനം ഗതാഗതക്കുരുക്ക് കുറയ്ക്കുന്നു, യാത്രാ സമയം ലാഭിക്കുന്നു. ബസ്സുകളെയും കാറുകളെയും അപേക്ഷിച്ച് മലിനീകരണം കുറവാണ്. കൂടാതെ നഗരത്തിന് മനോഹരമായ ആകാശ ദൃശ്യം നൽകും. ലാപാസ് സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികൾക്ക് കേബിൾ കാർ യാത്ര വലിയ അനുഭവമാണ്. മുകളിൽ നിന്ന് ഉയർന്ന പർവ്വതനിരകൾ, മലമുകളിൽ നിന്നുള്ള നിറഞ്ഞു കാണുന്ന വീടുകൾ, തിരക്കേറിയ തെരുവുകളും മാർക്കറ്റുകളും കൂടാതെ മഞ്ഞു മൂടിയ മൗണ്ട് ഇല്ലിമാനി പർവ്വതവും കാണും. ഇത് സാധാരണ വിനോദസഞ്ചാര സൗകര്യം മാത്രമല്ല, നഗരത്തിലെ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിന്റെ പ്രധാന ഗതാഗത മാർഗവുമാണ്. അവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് കൂടിയാണ്. മലപ്രദേശങ്ങളിലുള്ള നഗരങ്ങൾക്ക് സംവിധാനം എത്ര ഫലപ്രദമാകുമെന്നതിന് ഇത് ഉദാഹരണമാണ്. ബൊളീവിയ ഒളിപ്പോരാട്ടവുമായി ബന്ധപ്പെട്ടാണ് നാം
അറിഞ്ഞിട്ടുള്ളത്. 1960കളിൽ നടന്ന വിപ്ലവ പ്രവർത്തനങ്ങളാണ് ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയത്. അതുമായിട്ട് ബന്ധപ്പെട്ട് കേൾക്കുന്ന ഒരു പേരാണ് ഷെഗുവരി. ബൊളീവിയ ഒരിക്കൽ സ്പാനിഷ് അധീനതയിലായിരുന്നു. 1825 സ്വാതന്ത്ര്യം നേടി രാജ്യത്തിന് ഈ പേര് ലഭിച്ചത് സ്വാതന്ത്ര്യ സമര നായകനായ സൈമൺ ബൊളീവറിന്റെ പേരിൽ നിന്നാണ്. പ്രകൃതി സൗന്ദര്യം, ഉയർന്ന മലനിരകൾ, വ്യത്യസ്ത സംസ്കാരം, അപൂർവ ഭൂപ്രകൃതി എന്നിവ കാരണം ബൊളീവിയ ലോകസഞ്ചാരികളുടെ പ്രിയപ്പെട്ട കേന്ദ്രങ്ങളിലൊന്നായി മാറിയിരിക്കുന്നു. ഉപ്പുഭൂമി കൂടാതെ ലേക്ക് ടിറ്റിക്കാക്ക ലോകത്തിലെ ഉയരമേറിയ തടാകങ്ങൾ ഒന്നാണ്. ലാപാസ് മലകളാൽ ചുറ്റപ്പെട്ട നഗരമാണ്. മാഡിറ്റി നാഷണൽ പാർക്ക്, ആമസോൺ വന്യജീവി സമ്പത്ത് അതിന്റെ പ്രത്യേകതയാണ്. അവിടുത്തെ ജനങ്ങളിൽ വലിയൊരു വിഭാഗം സ്വദേശി വംശജരാണ്. അവരുടെ വസ്ത്രധാരണം, നൃത്തങ്ങൾ, സംഗീതം എന്നിവ വളരെ നിറസാന്ദ്രവും വ്യത്യസ്തവുമാണ്. പരമ്പരാഗത ഉത്സവങ്ങളിൽ നിറവൈവിധ്യമാർന്ന വേഷങ്ങളും മുഖം മൂടികളും ഉപയോഗിക്കുന്നു. നമുക്ക് കേബിൾ കാറിൽ യാത്ര ചെയ്ത് കാര്യങ്ങൾ നേരിട്ട് കാണാം. കേബിൾ കാർ ശൃംഖലയ്ക്ക് 30 കിലോമീറ്റർ നീളമുണ്ട്. 3650 മീറ്റർ ഉയരമുള്ള ഭാഗങ്ങളിലൂടെയാണ് ഇത് സഞ്ചരിക്കുന്നത്. ഇതിൽ പോയാൽ നഗരം മുഴുവനായും കാണാം. ഇവിടുത്തെ മെട്രോയാണ് ഇത്. ടിക്കറ്റ് 10 ബൊളീവിയാനും ആണ്. ഇവിടുത്തെ ചീപ്പസ്റ്റ് മാർഗം ആണ്. ഓരോ 12 സെക്കൻഡിലും ഒരു കേബിൾ കാർ വന്നുകൊണ്ടിരിക്കും. ഒരിക്കലും കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. സ്വിറ്റ്സർലൻഡിലെ കമ്പനി ഉണ്ടാക്കിയതാണ് ഇത്. ലോകത്തിലെ ഉയരത്തിലുള്ളതും നീളം കൂടിയതുമായ കേബിൾ കാർ ശൃംഖലയാണിത്. നഗര സൗന്ദര്യം കാണാം. പകരം വയ്ക്കാൻ കഴിയാത്ത കാഴ്ചയാണ് കാണുന്നത്. അകത്ത് വൈഫൈ സൗകര്യങ്ങളുണ്ട്. 4760 മീറ്റർ ഉയരത്തിലും യാത്ര ചെയ്ത സന്ദർഭങ്ങളുണ്ട്. 36 സ്റ്റേഷനുകളുണ്ട്. 10 ലൈനുകളിലായി 30 കിലോമീറ്റർ ഉണ്ട്. കാഴ്ച അടിപൊളിയാണ്. ഒരു ലൈനിൽ യാത്ര ചെയ്യാൻ 3 ബൊളീവിയാനോ കൊടുക്കണം. അതായത് ഏകദേശം 30 രൂപ. രാവിലെ 7 മണി മുതൽ രാത്രി 11 മണി വരെ ഇത് പ്രവർത്തിക്കുന്നു. ഏകദേശം 17 മണിക്കൂർ ദിവസം പ്രവർത്തിക്കുന്നു. മലമുകളിലുള്ളവർക്ക് ലാപ്പാ സിറ്റിയിൽ ജോലിക്ക് വരാൻ സൗകര്യം ഒരുക്കുന്നു. ഏകദേശം 90,000 മുതൽ 1,00,000 വരെ ആളുകൾ ഒരു ദിവസം ഇതിൽ യാത്ര ചെയ്യും. 2014 ആരംഭിച്ചെങ്കിലും ഫുൾ സിസ്റ്റത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയത് 2019 ഇനിയും പുതിയ റൂട്ടുകൾ പ്ലാൻ ചെയ്യുന്നു. ഇതിന് $700 മില്യൺ ചിലവാക്കി കഴിഞ്ഞു. ഏകദേശം 60,000 കോടി രൂപ. പണ്ട് മലകയറ്റം നടന്നു കയറുന്നതിന് പകരം ഇപ്പോൾ ചുമ്മാ ഒരു AC-യിലിരുന്ന് മുകളിലേക്ക് കയറാം. സ്റ്റേഷനുകളിൽ ഇറങ്ങി കേബിൾ കാർ നമുക്ക് മാറാം, ലൈൻ മാറാം. സ്റ്റേഷൻ മാറാൻ കണക്ഷൻ വഴികൾക്ക് ഉയരത്തിലേക്ക് പോകുമ്പോൾ ഭയം നമുക്ക് തോന്നാം. എൽ ആൾട്ടോ നഗരത്തിൽ നിന്ന് ലാപാസിലേക്ക് ആളുകൾ ജോലിക്ക് വരുന്നത് ഇതിലാണ്. ലോങ്ങസ്റ്റ്, ലാർജസ്റ്റ്, ഹയസ്റ്റ് കേബിൾ സിസ്റ്റം കാണാം. പില്ലറുകൾക്ക് 50-60 മീറ്റർ ഉയരമുണ്ട്. ഒരു കാറിൽ ഏകദേശം 8 പേർ കയറും. എൽ ആൾട്ടോ നഗരം ലാപാസിനേക്കാൾ ഉയരത്തിലാണ്. ഏകദേശം 300 മീറ്റർ ഉയരത്തിലാണ്. 1990 മുതൽ ആലോചിക്കുന്നുണ്ടായിരുന്നെങ്കിലും പ്രാവർത്തികമായത് 2019 കെട്ടിടങ്ങളുടെ മുകളിലൂടെ തൊട്ടില്ല എന്നതുപോലെയാണ് പോകുന്നത്. ഇതുവരെ അപകടങ്ങൾ ഉണ്ടായതായി കേട്ടിട്ടില്ല. ചില പില്ലറുകൾ 100 മീറ്റർ വരെ ഉയരമുണ്ട് തോന്നുന്നുണ്ട്. ഈ കേബിൾ കാർ 2 നഗരങ്ങളെ ബന്ധിപ്പിക്കും. ദൈനംദിന ധാരാളം ജനങ്ങൾ യാത്രയ്ക്കായി ഉപയോഗിക്കുന്നു. ആൻഡീസ് മലനിരകളുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ലാപാസ് എന്ന ഭരണകേന്ദ്ര നഗരം ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള നഗരങ്ങളിൽ ഒന്നായി അറിയുന്നു. അവിടുത്തെ കേബിൾ കാർ ശൃംഖല ലാപാസിന്റെ അഭിമാനമാണ്. ആകാശത്തിലെ മെട്രോ എന്നറിയപ്പെടുന്ന ഈ സംവിധാനം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളെ ബന്ധിപ്പിച്ച് പ്രവർത്തിക്കും. ആകാശ കാഴ്ചകളുടെ അതുല്യാനുഭവത്തിലേക്ക് നയിക്കുന്നു. അങ്ങനെ ചരിത്രവും സാങ്കേതിക വിദ്യയും പ്രകൃതിയും മനോഹരമായി സംഗമിക്കുന്ന രാജ്യമാണ് ബൊളീവിയ.
സാഹസികതയും പുതുമയും പ്രകൃതിയുടെ അത്ഭുതങ്ങളും തേടുന്നവർക്ക് ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമായിരിക്കും ലാപ്ലാസ് നൽകുന്നത്. മറ്റൊരു വിഷയവുമായി എത്തുന്നവരെ നന്ദി, നമസ്കാരം.